ചലച്ചിത്ര താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും പ്രത്യേക ആനുകൂല്യം നൽകുന്ന ഒരു സർക്കാർ സംവിധാനമാണോ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്? കാരണം വിവിധങ്ങളായ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിർത്തുന്ന ന്യായീകരണം കേട്ടാൽ ആരും ഇത്തരത്തിൽ ചോദിച്ചു പോകും. ലൈംഗിക ചൂഷണത്തിന് വിധേയരായവരുടെ സ്വകാര്യത സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്നാണ് മുഖ്യമന്ത്രി ഇതിനെതിരെ സംസാരിച്ചത്. മൊഴി തന്നവരുടെ സ്വകാര്യത സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്ത് നൽകിയതായി മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ന്യായീകരണങ്ങൾ നിരത്തുന്ന പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു സോളാർ തട്ടിപ്പിനെ കുറിച്ചും പീഡന പരാതികളെ കുറിച്ചും ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാമർശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ആനുകൂല്യം സോളാർ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. സോളാർ പ്ലാന്റ് വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്നും പണം തട്ടിയ കേസുകൾ അടക്കമുള്ള വനിതയുടെ മൊഴിയിൽ പീഡിപ്പിച്ചെന്ന് ആരോപിക്കുന്നവരുടെ എല്ലാ പേര് വിവരങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയ്ക്ക് വഴിവിട്ടിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ പേരുകളാണ് തെളിവ് വിവരങ്ങളോ അന്വേഷണമോ ഇല്ലാതെ പുറത്തുവിട്ടിരുന്നത്. സഭ്യതയുടെ അതിർവരമ്പ് ഭേദിക്കുന്ന പല വിവരങ്ങളും സർക്കാർ അന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന 75 പിന്നിട്ട അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള മൊഴികളും അതിലെ വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടത്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗത്ത് ഇല്ലാതിരുന്നിട്ടും അനുബന്ധമായി ചേർത്തിരുന്ന മൊഴിയിൽ നിന്നും എടുത്താണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പൊതുജന മധ്യത്തിൽ താറടിച്ചു കാണിച്ചത്. അതേ സർക്കാരും മുഖ്യമന്ത്രിയുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 കൊല്ലത്തിൽ അധികം പുറത്തുവിടാതെ സംരക്ഷിച്ചതിന്റെ കാരണമായി സ്വകാര്യത എടുത്തു കാണിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കിട്ടാത്ത പല പ്രിവിലേജുകളും നടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന നടന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും സർക്കാർ നൽകുന്നത് വലിയൊരു വിരോധാഭാസമായാണ് ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. സോളാർ കമ്മീഷൻ മുമ്പാകെ ആരോപണം ഉന്നയിച്ച വന്ന സ്ത്രീ വിവിധങ്ങളായ തട്ടിപ്പ് കേസുകളിൽ അടക്കം പ്രതിയായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ തൊഴിൽ മേഖലയിൽ വെച്ച് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയവർക്കാർക്കും അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ല. എന്നിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തത് സർക്കാർ കാരണമായി പറയുന്നത് ഇരകളുടെ സ്വകാര്യതയ്ക്കൊപ്പം പീഡകരുടെ സ്വകാര്യത കൂടി എന്നതാണ് വളരെ ഖേദകരമായ കാര്യം. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നതാണ് നടപടിയെടുക്കാൻ വൈകിയതിന്റെ മറ്റൊരു കാരണമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അത് തെറ്റാണെന്നുള്ള വിവരം ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിഷ്കർഷിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് മാത്രമാണ് ജസ്റ്റിസ് ഹേമ സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നത്. റിപ്പോർട്ടിൽ ആരോപിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളിൽ സർക്കാർ എന്തുകൊണ്ടാണ് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരുന്നതിനിടെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചിരുന്നു. ഇവിടെയും സർക്കാരിന് വിമർശനവും ഒപ്പം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയിൽ സമർപ്പിക്കേണ്ടതുമാണെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കോടതി ചോദിച്ചു. ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടോ എന്നും സർക്കാരിനോട് കോടതി ചോദിച്ചു. മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഫിഡൻഷ്യൽ ആണെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ മറുപടി. മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പല രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടുകളിലൂടെ സർക്കാർ രംഗത്തെത്തേണ്ടതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി ഇനിയെങ്കിലും സർക്കാർ നൽകണം.